الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم، فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر، ذلك خير وأحسن تأويلا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം റഹ്മാനായ റബ്ബ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ നീക്കുപോക്കുകളും അവൻ്റെ മാലാഖമാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പാരത്രിക ലോകത്ത് ആ രേഖ നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയും പ്രസ്തുത രേഖയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാം ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന ബോധത്തോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മഹാന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ശുഹദാക്കളോടും സ്വാലിഹികളോടുമൊപ്പം സ്വർഗീയാരാമത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അവന്റെ സദ്വൃത്തരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു വ്യക്തി കലിമത്തു ഷഹാദ ഉച്ചരിക്കുന്നതിലൂടെയാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് കലിമയുടെ രണ്ട് ഭാഗങ്ങൾ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അതോട് ചേർത്തി തന്നെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതോടൊപ്പം മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുക വഴി ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കപ്പെടുന്നു. ഒരു വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് യഥാർത്ഥ മുസ്ലിമായി തുടരുക അസാധ്യമാണ്. അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ തിരുദൂതനാണ്, പ്രവാചകനാണ് എന്ന് അംഗീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടുകൂടെ മാത്രമാണ് ഒരാൾക്ക് വിശ്വാസിയായി തുടരാൻ സാധ്യമാകുന്നത്. ഈ രണ്ടാമത്തെ ഭാഗം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാമിന്റെ മെമ്പർമാരായവരാണ് നമ്മൾ ഓരോരുത്തരും. അത് കൃത്യവും വ്യക്തവുമായി അംഗീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് അംഗീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേവലം അത് വാചികമായി പറയുക എന്നതല്ല, ലോകത്ത് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുകയും അത് പറയുന്ന നാവ് കൊണ്ട് തന്നെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അങ്ങനെ നാവിലൂടെ ഉച്ചരിച്ച ആ തൗഹീദിന്റെ കലിമത്തിന് ഘടകവിരുദ്ധമായ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രവർത്തനങ്ങളും പ്രവണതകളുമൊക്കെ പുലർത്തിപ്പോരുന്ന ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇബാദത്തിന് അർഹനില്ല, അള്ളാഹു മാത്രമാണ് എനിക്ക് ആരാധനക്കർഹൻ എന്ന തൗഹീദിന്റെ വഹ്ദാനിയത്തിന്റെ കലിമ ഉച്ചരിക്കുകയും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ ബലികർമ്മങ്ങളും മറ്റ് ഇബാദത്തുകളും ഒക്കെ അള്ളാഹുവല്ലാത്ത പലരുടെയും മുമ്പിൽ അർപ്പിക്കുന്ന പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാനസികമായി അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിൽ അത് ഉണ്ടാവുകയില്ല. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത പ്രബോധിത സമൂഹം, ശിർക്കിൽ നടമാടിയിരുന്ന, ശിർക്കിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു വിഭാഗം, ജനവിഭാഗം, അവർക്ക് അറബി അറിയാമായിരുന്നു. അവരോട് ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കവലകളിലും മാർക്കറ്റുകളിലും ചന്തകളിലും അങ്ങാടികളിലും ഒക്കെ ചെന്ന് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോ അവർ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞത്. മുഹമ്മദേ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു പുതിയ കാര്യം തന്നെയാണല്ലോ മുഹമ്മദേ. ഞങ്ങളുടെ പ്രപിതാക്കന്മാർ വഴി ഞങ്ങൾക്ക് വന്നു കിട്ടിയ ഈ ആരാധ്യന്മാരെയെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണോ? ഞങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും ഒക്കെ ഞങ്ങൾ ഉപേക്ഷിച്ച്, അത്തരം കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ച് ഇതെല്ലാം ഏകനായ അള്ളാഹുവിലേക്ക് മാത്രം സമർപ്പിക്കണമെന്നാണോ നീ പറയുന്നത്? ഇന്നഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു പുതുമയുള്ള കാര്യം തന്നെയാണ്, ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് വൈമുഖ്യം കാണിച്ച് പിന്മാറി നിന്നവരെയാണ് വിശുദ്ധ ഖുർആൻ മുശ്രിക്കുകൾ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ശരിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവേശിച്ചിട്ടില്ല എന്നർത്ഥം പോലെ. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാം പറയുമ്പോ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കണം, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, മക്കത്തേക്ക് മാത്രം വന്ന പ്രവാചകനല്ല ഞാൻ, അറബികളിലേക്ക് മാത്രം വന്ന പ്രവാചകനല്ല ഞാൻ, മറിച്ച് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ, യുക്തിവാദികളിലേക്കുള്ള പ്രവാചകനാണ് ഞാൻ. അതേ രൂപത്തിൽ തന്നെ മതമുള്ളവരിലേക്കും മതമില്ലാത്തവരിലേക്കും മുസ്ലിമീങ്ങളിലേക്കും എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് ഞാൻ.
അവർക്കൊക്കെ ഈ വഹ്ദാനിയത്ത് പ്രഘോഷിച്ചു കൊടുക്കാൻ, അവർക്ക് ഇതിന്റെ അധ്യാപനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവിനാൽ നിയുക്തനായ പ്രവാചകനാണ് ഞാൻ, ഇതങ്ങ് പറഞ്ഞു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറഞ്ഞു, വകാന നബിയ്യു യുബഅസു ഇലാ ഖൗമിഹി ഖാസ്സ, എന്റെ മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം നിയോഗിക്കപ്പെട്ടത് അവരുടെ സമുദായത്തിലേക്കായിരുന്നു. നൂഹ് നബിയുടെ ഇലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്കാണ്. സ്വാലിഹ് നബിയെ ഇലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്കാണ്. ശുഐബ് നബിയെ, മൂസാ നബിയെ, ഈസാ നബിയെ, അങ്ങനെ ഓരോ പ്രവാചകന്മാരെയും അവരുടെ സമൂഹത്തിലേക്ക്, സമുദായത്തിലേക്ക് പ്രത്യേകമായി പ്രവാചകത്വം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചതാണ് എങ്കിൽ എന്നെ നിയോഗിച്ചയച്ചിട്ടുള്ളത് മുഴുവൻ ജനപദങ്ങളിലേക്കുമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇത് അംഗീകരിക്കുക, ഇത് ഉൾക്കൊള്ളുക എന്നത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് സാക്ഷ്യം വഹിച്ച ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അങ്ങനെ മുഹമ്മദ് നബി അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി മക്കയിൽ ജനിച്ച മുഹമ്മദ് അല്ലാഹുവിന്റെ അബ്ദുള്ളയാണ്, ദൂതനാണ്, റസൂലുള്ളയാണ് എന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, അതൊരു അറിവുണ്ടായാൽ മാത്രം പോരാ, മറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറത്തുൽ അഅറാഫിന്റെ 157-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പാരത്രിക ലോകത്ത് വിജയിക്കുന്ന ആളുകളെ എണ്ണിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂ, ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുകയും വത്തബഉ, ആ പ്രവാചകനെ ഫോളോ ചെയ്യുകയും വേണം. വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിനെ ഫോളോ ചെയ്യുകയും ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആ രൂപത്തിൽ പ്രവാചകനെ അംഗീകരിച്ചവർ, ആ രൂപത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയവർ, അവരാണ് പാരത്രിക ലോകത്ത് വിജയിക്കുന്നവരെന്ന് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അഥവാ മുഹമ്മദ് നബിയാണ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അറിയുകയോ അത് പറയുകയോ മാത്രമല്ല, ആ പ്രവാചകനെ അംഗീകരിക്കുകയും ആ പ്രവാചകനെ പിൻപറ്റുകയും ചെയ്യുക, ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അംഗീകരിക്കുകയും അത് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ് എന്നർത്ഥം. മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്ന സമയത്ത് അവർ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അബൂ ത്വാലിബ് ദാഫിഉൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ താലിബിനെ നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്. പ്രവാചകന് ഏറെ സംരക്ഷണം ഉണ്ടാക്കിയ ആളാണ്. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായപ്പോ അബൂ താലിബിന്റെ രക്ഷാ കവചത്തിലായിരുന്നു, സംരക്ഷണ വലയത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനായിരുന്നത്. പക്ഷേ വഹുവ യഅരിഫുഹു അന്നഹു റസൂലുള്ളാഹ്, അദ്ദേഹത്തിന് അറിയാം, അബൂ താലിബിന് അറിയാം, അന്നഹു റസൂലുള്ളാഹ്, എന്റെ മകൻ ഈ മുഹമ്മദ് ഇത് അള്ളാഹുവിന്റെ ദൂതനാണെന്നറിയാം. ലാകിൻ ലം യത്തബിഉഹു, പക്ഷേ അദ്ദേഹം മുഹമ്മദ് നബിയെ ലം യത്തബിഉഹു ഇത്തിബാ ചെയ്തിട്ടില്ല, മുഹമ്മദ് നബിയെ ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചരിത്രം കൂടെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാരെ പറയുന്നു, മുഹമ്മദ് നബി അള്ളാന്റെ ദൂതനാണ് എന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾക്ക് മുസ്ലിം ആവുക സാധ്യമല്ല. മറിച്ച് ആ സാക്ഷ്യം വഹിച്ച അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് സാക്ഷ്യം വഹിച്ചാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഷ്ഠാനങ്ങൾ, അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളത്, ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നർത്ഥം. കലിമ ചൊല്ലിയ ഓരോ മുഅ്മിനും കേവലം അത് പറയുക എന്നത് മാത്രമല്ല, മറിച്ച് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മഹാന്മാരായ ഇമാമികൾ, പണ്ഡിതന്മാർ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹ്ഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ രേഖപ്പെടുത്തിയത് കാണാം. വമഅനാ ഷഹാദത്തി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കുക എന്നതിന്റെ അർത്ഥം, ആശയം ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതെന്തോ അത് അനുസരിക്കുക എന്നുള്ളതാണ്.
വതസ്ദീഖുഹു ഫീമാ അഖ്ബറ, അതേ രൂപത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതെല്ലാം സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. വജ്തിനാബു മാ നഹാ അൻഹു വസജർ, അല്ലാഹുവിന്റെ പ്രവാചകൻ അരുതെന്ന് പഠിപ്പിച്ച, വിലക്കിയ, വിരോധിച്ച സർവ്വകാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. വഅല്ലാ യുഅബദല്ലാഹ ഇല്ലാ ബിമാ ശറ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്നാണോ ശറആക്കി തന്നിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അതേ പ്രകാരം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇത് 4 കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തത് ത്വാഅത്തുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികമായി അന്ധമായി അനുസരിക്കുക എന്ന് പറയാം. ഇതുപോലെ മറ്റൊരാളെയും അനുസരിക്കാൻ മുസ്ലിം ബാധ്യസ്ഥനല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു കാര്യം സ്വഹീഹായി നമുക്ക് വന്നെത്തിയാൽ കണ്ണുമടച്ച് വിശ്വസിക്കാനും അംഗീകരിക്കാനും അനുസരിക്കാനും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിച്ച ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്നത് അല്ലാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളിൽ ചിലരെങ്കിലും ഇതിൽ വൈമനസ്യം കാണിക്കാറുണ്ട് എന്നത് നമുക്കറിയാം. അത് ഖുർആനിലുണ്ടോ? അത് ഹദീസല്ലേ? അത് ഹദീസിൽ പറഞ്ഞത് ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന ഖുർആനികമായൊരു ചോദ്യവും ഖുർആനിലുണ്ടോ എന്നൊരു ചോദ്യവും പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാക്കി തരുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെ ഖുർആൻ സൊസൈറ്റി എന്ന രൂപത്തിൽ ആദ്യം ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയും പിന്നെ അത് ഖുർആൻ സൊസൈറ്റി മാത്രമാവുകയും അങ്ങനെ നമസ്കാരമൊക്കെ 3 വക്തേ ഖുർആനിലുള്ളൂ, അത് മതി എന്നുള്ള രൂപത്തിൽ, പിന്നീട് ആ നമസ്കാരവും വേണ്ട, അതൊക്കെ എപ്പോഴെങ്കിലും നമ്മളെ മനസ്സിലൊരു ദിക്റുണ്ടായാൽ മതി, അങ്ങനെയും നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാമെന്നൊക്കെ ആ ഷോർട്ട് വഴിയിലൂടെ ഇസ്ലാമിനെ തന്നെ നശിപ്പിച്ചു കളയുന്ന രൂപത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആയത്തുകൾ നമുക്കറിയാം. സൂറത്തുൻ നിസായിലെ 80-ാമത്തെ വചനം, മയ്യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, മയ്യുതിഇർ റസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അനുസരിക്കുന്നത് അല്ലാഹുവിനെ തന്നെയാണ്. ആരെങ്കിലും റസൂലുള്ളാഹിനെ അനുസരിച്ചാൽ, മയ്യുതിഇർ റസൂൽ, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ, മുഹമ്മദ് നബിയെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അനുസരിച്ചത് ആരെയാണ്? അല്ലാഹുവിനെ തന്നെയാണ് അനുസരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി, എന്നെ ആരെങ്കിലും അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അനുസരിച്ചത് അല്ലാഹുവിനെയാണ്. ഇനി വമൻ അസാനി, എന്നെ ആരെങ്കിലും, അത് ഹദീസല്ലേ, അത് ഹദീസിലുള്ളതല്ലേ, ഖുർആനിൽ അതൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പരിഹാസപൂർവം അവഗണിച്ചു കഴിഞ്ഞാൽ ഫഖദ് അസല്ലാഹ്, അവൻ ധിക്കരിച്ചത്, അവൻ അനുസരിക്കാതിരുന്നത് അല്ലാഹുവിനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറഞ്ഞത് കാണാം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നതാണ്. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സഹാബത്തിന് അത് മനസ്സിലായില്ല. സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വമൻ യഅബാ, ആരാണ് ഈ വിസമ്മതിച്ചവർ? അബാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്നെ ധിക്കരിച്ചത്, എന്നോട് അനുസരണക്കേട് കാണിച്ചത്, ഫഖദ് അബാ, അവനാണ് ഈ വിസമ്മതിച്ചവൻ, അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ, മഹാനായ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, സലാസു ആയാത്തിൻ ഫിൽ ഖുർആനി മഖ്റൂനത്തുൻ ബിസലാസ്, വിശുദ്ധ ഖുർആനിൽ 3 ആയത്തുകൾ, ഈ 2 കാര്യങ്ങൾ അതിനോട് പറയുന്നതാണ്. അതിൽ പറയുന്ന 3 ആയത്തുകൾ 3 ആയത്തുകളോട് യോജിച്ചുകൊണ്ടാണ്, ചേർന്നുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഒന്നാമത്തത് പറഞ്ഞത് എന്താ? അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അനുസരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകനെയും അനുസരിക്കണം.
അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ അഖീമുസ്സലാത്ത വആതുസ് സക്കാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം. അതേ രൂപത്തിൽ മൂന്നാമത്തേത് അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, വലിവാലിദൈ, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. ഇങ്ങനെ 3 കാര്യങ്ങൾ ചേർത്തിക്കൊണ്ട്, 3 കാര്യങ്ങളോട് ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം തുഖ്ബൽ വാഹിദത്തുൻ ബിഗൈരി ഖരീനത്തിഹാ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ്, 2 കാര്യങ്ങൾ ഇങ്ങനെ ചേർത്തി പറഞ്ഞതിൽ ഒന്ന് മാത്രമാണ് ഒരു വ്യക്തി ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കില്ല. ഒന്നാമത് നമ്മൾ പറഞ്ഞ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്ത് എന്താ? അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. ഹദീസ് സ്വീകരിക്കൂല, ഖുർആൻ ഓക്കെയാ എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ അള്ളാഹ്ക്ക് വേണ്ട എന്നർത്ഥം. അള്ളാഹിനെ അനുസരിച്ചോളാം, പ്രവാചകൻ അനുസരിക്കൂല എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിനോടുള്ള അനുസരണ അള്ളാഹുവിന് ആവശ്യമില്ല എന്നർത്ഥം. അള്ളാഹു സഹോദരങ്ങളെ, ഹദീസ് നമുക്ക് അങ്ങനെ മാറ്റിവെക്കാനുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? വഅൻസൽനാ ഇലൈക ദിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അല്ലാഹുവിന്റെ പ്രവാചകരെ, വഅൻസൽനാ ഇലൈക ദിക്ർ, ഈ ദിക്ർ ഉത്ബോധനം ഖുർആൻ ഞാൻ താങ്കൾക്ക് ഇറക്കി തന്നത്, അവതരിപ്പിച്ചു തന്നത് എന്തിനാണ്? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് താങ്കൾ ഇത് വിശദീകരിച്ചു കൊടുക്കാനാണ്. ഖുർആൻ മാത്രം ഉൾക്കൊള്ളാനല്ല, ഖുർആനിന്റെ വിശദീകരണം അതെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, ഇത് താങ്കൾ വിശദീകരിച്ചു കൊടുക്കാനാണ്. അങ്ങനെ അവർ ചിന്തിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രവാചകൻ മതത്തിന്റെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് സ്വയേഷ്ടപ്രകാരമല്ല. അല്ലാഹു പറഞ്ഞത് എന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹി ഇറങ്ങാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിന്റെ വിഷയങ്ങൾ സംസാരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ എല്ലാ വിഷയത്തിലും അംഗീകരിക്കുക എന്നുള്ളത്, ആ പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തു നിസായിലെ 59-ാമത്തെ വചനം അല്ലാഹു തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരായാൽ, അഭിപ്രായ ഭിന്നതയുണ്ടായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് മടക്കണം. നിങ്ങൾ ഇതിങ്ങനെ ആലോചിച്ചിട്ട് എന്നാ പിന്നെ ഇങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിക്കലല്ല. പരലോകത്തിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കുമാണ് മടക്കേണ്ടത്. മഹാനായ മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചു. എന്താണ് ഫറുദ്ദൂഹു ഇലല്ലാ എന്ന് പറഞ്ഞാൽ? ഐ ഇലാ കിതാബില്ല. ഇലല്ലാ എന്ന് പറഞ്ഞാൽ ഇലാ കിതാബില്ല, ഖുർആനിലേക്ക് നോക്കണം, ഖുർആനിന്റെ അധ്യാപനങ്ങൾ പരിശോധിക്കണം. നാം ഭിന്നാഭിപ്രായക്കാരെ വിഷയത്തിൽ അള്ളാഹുവിന്റെ അധ്യാപനം എന്ത് എന്ന് പരിശോധിക്കണം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫറുദ്ദൂഹു ഇലർ റസൂൽ, ഇലർ റസൂൽ, റസൂലിലേക്ക് നോക്കണം എന്നാണ്. റസൂലിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു. ഐ ഇലാ സുന്നത്തിഹി ഫീ ഹയാത്തിഹി വ ഇലാ സുന്നത്തിഹി ബഅദ വഫാത്തിഹി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് എപ്രകാരമാണ് എന്ന് ജീവിതകാലത്ത് പരിശോധിക്കണം. പ്രവാചകന്റെ അടുത്ത് പോകാം, അതിന് അന്വേഷിക്കാം. നബിയെ എന്ത് ചെയ്യണം, എന്താണ് ഇതിന്റെ വിശദീകരണം, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാം. വ ഇലാ സുന്നത്തിഹി ബഅദ വഫാത്തിഹി, വഫാത്തിന് ശേഷം പ്രവാചകന്റെ ചര്യയാണ് അവിടെ ഉൾക്കൊള്ളേണ്ടത്. അതാണ് പ്രവാചകനിലേക്ക് മടക്കണമെന്ന് പറഞ്ഞതുകൊണ്ടുള്ള വിവക്ഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഹദീസുകളെ നിഷേധിക്കുന്ന, ഹദീസുകളെ മാറ്റിവെക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം തുർമിദിയും അബൂദാവൂദും ഇബ്നു മാജയും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, ലാ ഉൽഫിയന്ന അഹദകും മുത്തകിഅൻ അലാ അരീഖതിഹി യഅതിഹി അംറുൻ മിമ്മാ ഉമിർതു ബിഹി ഔ നുഹീതു അൻഹു ഫയഖൂൽ. ഞാൻ വിലക്കിയ അല്ലെങ്കിൽ ഞാൻ കൽപ്പിച്ച ഒരു കാര്യം ഒരു മനുഷ്യന്റെ സമീപത്തേക്ക് എത്തുക തന്നെ ചെയ്യും. അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറയാ. എന്തായിരിക്കും അങ്ങനെ എത്തിയാൽ അയാൾ പറയുക? ഫയഖൂലു ലാ അദ്രി, എനിക്കിതൊന്നും അറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഇനാഹു, നമ്മൾ പിൻപറ്റുന്ന വിശുദ്ധ ഖുർആനിൽ ഇത്തരം ഒരു ആശയം ഞാൻ കണ്ടിട്ടില്ല. എവിടെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്റെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, ഹദീസിൽ ഇങ്ങനെയുള്ളത്, സുന്നത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ മറുപടി ലാ അദ്രി, എനിക്കിതൊന്നും അറിയില്ല, ഞാനിതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞാനിതൊന്നും കേട്ടിട്ടില്ല
കണ്ടിട്ടില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി തബഅനാഹു, നമ്മൾ പിൻപറ്റുന്ന വിശുദ്ധ ഖുർആനിൽ ഇത് കണ്ടിട്ടില്ല. ഹദീസിലുണ്ടെന്ന് പറയുമ്പോൾ അത്തരക്കാരുടെ മറുപടി ഇങ്ങനെ ആയിരിക്കുമെന്നും അത്തരക്കാരെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം വിഭാഗത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം, നമ്മൾ എവിടെയാണ്, ഏത് രൂപത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ കേവലം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഞാനൊരു മുസ്ലിമാണ് എന്ന് ഒരു കാനേഷ്മാരി മുസ്ലിമായി ജീവിക്കുകയാണോ? മറിച്ച് പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തൊക്കെ അനുധാവനം ചെയ്തുകൊണ്ട് കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കുന്ന യഥാർത്ഥ മുസ്ലിമുകളാണോ എന്ന് നാം സ്വയം പരിശോധിക്കുക. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വചനങ്ങളിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് 33ഓളം സ്ഥലത്ത് അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കണമെന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ച ഒരു വിശ്വാസിക്ക് അത് ബാധ്യതയാണ്. ഇതിന് വിരുദ്ധമായി അത് ഹദീസിൽ ആണല്ലോ ഉള്ളത്, അത് സുന്നത്തിലാണല്ലോ ഉള്ളത്, ഖുർആനിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവഗണിക്കുക വഴി മനസ്സിലാക്കണം, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, പ്രവാചകന്റെ കൽപ്പനകളോട് വിസമ്മതിക്കുന്ന, അതിനെ അവഗണിക്കുന്ന, അതിന് എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. താക്കീതാണ്, അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, വലിയ അപകടങ്ങൾ, മുസീബത്തുകൾ, ഫിത്നകൾ, പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതിനെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അതുമല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവർക്ക് വന്നു ഭവിക്കുന്നതിനെ അവർ ശ്രദ്ധിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ തിരുദൂതരാണ്. അതുകൊണ്ടാണ് നാം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ച് അത് പ്രഖ്യാപിച്ച് ഈ ഇസ്ലാമിൽ മെമ്പർമാരാകുന്നത്. അങ്ങനെ കേവലം ഒരു മെമ്പർമാരായാൽ പോരാ എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കണമെന്നും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ആ പ്രവാചകന്റെ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവാചകനെ സ്നേഹിച്ച് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൽ നാം ഉദ്ധരിച്ച ആയത്തുകളുടെയും അതേ രൂപത്തിൽ സ്വഹീഹായ ഹദീസുകളുടെയും താല്പര്യം. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.